ഹലോ ഡിയേഴ്സ്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. വെറുതെ പാടിയതാണ്. ഇവിടെ അയലയില്ല, കരിമീനും ഇല്ല. പകരം നല്ല അടിപൊളി ചാള വറുത്തതും ചെമ്മീൻ കറിയുണ്ട്. നല്ല ചാള ഇപ്പോൾ കിട്ടാനേ ഇല്ല. പക്ഷേ ഇന്ന് നല്ല അടിപൊളി ചാള കിട്ടിയട്ടോ. ഇവനെ അങ്ങോട്ട് അരപ്പ് തേച്ച് അങ്ങോട്ട് എടുക്കാം. കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ആസ് യൂഷ്വൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം നല്ലപോലെ മിക്സിയിൽ അരച്ച് പുരട്ടി വറുത്തെടുത്താൽ ഇതിൻ്റെ സ്മെല്ല് മാത്രം കൂട്ടി അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ഊണ് കഴിക്കാം. ചാള വറുത്തതിന് പകരം വയ്ക്കാൻ വേറെ ഒരു മീൻ വറുത്തും ഇല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് രസമോ വേറെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ ഊണ് ഗംഭീരമായി. ഞാനിന്ന് ഒഴിച്ചുകറിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ്. ഈ കറിയൊക്കെ ഇങ്ങനെ വെക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. നല്ല നെയ്ച്ചാളയൊക്കെ കിട്ടുമ്പോൾ അതിലും ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കാറുണ്ട്. നമ്മൾ ഈ അമ്മമാരിൽ നിന്നാണല്ലോ കുക്കിംഗ് രീതികളെല്ലാം പഠിക്കുന്നത്. അമ്മയും അമ്മായിയും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്യുന്നു എന്ന് മാത്രം. ഈ സിനിമ സോൾട്ട് ആൻഡ് പെപ്പറിൽ പറയുന്ന പോലെ ഇതൊക്കെ വെക്കുമ്പോൾ അമ്മമാരുടെ ഓർമ്മകളും കൂടി നമ്മളിലേക്ക് വരും. എൻ്റെ അമ്മായിയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരുടെയൊക്കെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ വെച്ച് ആസ്വദിച്ച് കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ഇനി ചെമ്മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ദേ ചെമ്മീൻ കറിയും റെഡിയായി, മീനും വറുത്തു കഴിഞ്ഞു. എന്നാൽ പിന്നെ ഊണ് കഴിച്ചാലോ. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.